അഭിലാഷ് പറഞ്ഞോളൂ. അല്ല, ഞാൻ ഇനിയും സമയം വേണോ? വേണ്ട, ഞാനിത് ആദ്യമായിട്ടാണ്. അതിന്റെ ഒരു പേടിക്കണ്ടോ, ഞാൻ ആദ്യമായിട്ടല്ല. ഓനവിടെ തല കറങ്ങി വീണിട്ടുണ്ടാവോ? വണ്ടിയിലവിടെ എത്തണൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. ചായ എടുക്ക്. എന്താ പറഞ്ഞോണ്ടിരുന്നേ? അല്ല, അവനെ ക്ലിനിക്കിലേക്ക് ഇരുത്തണ്ടെന്ന് ഇവള് പറയായിരുന്നേ. അതിനിപ്പോ എന്താ, ആറ് കാണാൻ വന്നാലും ഓളെ സ്ഥിരമായിട്ട് അവിടെ തന്നെയാ ഇരുത്താറ്. അല്ല, ചെക്കന്റെ സൈക്കോളജി മനസ്സിലാക്കാനുള്ള ഓളെ ഓരോരോ. ഞാൻ ഡോക്ടറെ മേഘയെ ബോറടിപ്പിച്ചില്ലല്ലോ. എന്തു പറ്റി? അല്ല, ഇപ്രാവശ്യം ഞാൻ അവരോട് എന്താ പറയണ്ടേന്ന് ആലോചിച്ച് ചിരിച്ചു പോയതാ. പിന്നെ അഭിലാഷി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് പേടി തോന്നുമ്പോൾ ഇപ്പോഴും അമ്മയുടെ കൂടെ പോയി കിടന്നുറങ്ങുന്നതൊക്കെ, അതൊന്നും ഈ രാത്രിയോടോ ഇടിമിന്നലിനോടോ ഉള്ള പേടി കൊണ്ട് മാത്രമായിരിക്കില്ല. ചെറുപ്പം തൊട്ട് മനസ്സിലുണ്ടായിട്ടുള്ള മുറിവുകളുടെ പേടി കൂടിയാ. ചിലപ്പോൾ അത് അച്ഛൻ്റെ മരണത്തിൽ നിന്നായിരിക്കാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പേടിക്കാനൊന്നുമില്ല. റെഗുലറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ? സലിംക, ആരോഗ്യശാലയുടെ പാർസൽ അയച്ചനോ? അതയച്ചേക്കണ്. അതെ, വേറൊരു കാര്യം, നമ്മൾ ബോംബേക്കുള്ള പാഴ്സൽ മുഴുവൻ ഡിലേ ആണ്. ഒരുപാട് ആൾക്കാർ വിളിയോട് വിളിയാ. അതാ കൊങ്കണിൽ ട്രാക്കിന്റെ വർക്ക് നടക്കുന്നുണ്ട്. അതാ ഇനിയിപ്പോ ഒരു ദിവസം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. നിങ്ങൾ പണ്ട് റെയിൽവേയിലായിരുന്നു. എടാ, റെയിൽവേക്ക് ഇപ്പൊ നമ്മുടെ കയ്യിലല്ലേ. സലിംഖാൻ അപ്പുറത്ത് കാണോ? ഓക്കെ. ഇതല്ലേ? അല്ല സലീംക, മൂപ്പർ അവിടെ തീരെ കാണില്ലല്ലോ, ഫുൾ ടൈം ഫാൻസിയില്ല. അത് ഈ പുതിയ ആളെ കണ്ട. മൂപ്പർക്ക് ഈ കാർബോർഡിന്റെയും പേപ്പറിന്റെയും മണവും തീരെ പറ്റൂല. ഈ മണത്തിനിപ്പോ എന്താ ഇപ്പോ? എന്തായി? സോറ, ഈ ഒരെണ്ണം വേണമെങ്കിൽ ഇത് വീട്ടിൽ കൊണ്ടുപോകും. ലേഡീസിന് ബെസ്റ്റാ. അതെ, നിങ്ങളങ്ങനെ സ്കിപ്പ് ആവില്ലേ? പോയ കാര്യം എന്താ പറ, മുടക്കിയോ? മുതലാളിയും തൊഴിലാളിയും തമ്മിൽ കുറച്ച് അന്തരമുള്ള നല്ലത്. ഓ, ഇത്ര അന്തരം മതിയോ മൊയിലാളി? സത്യം പറയും, ആ കുട്ടി സൈക്കോളജിസ്റ്റ് ആയോണ്ടല്ലേ നിങ്ങൾ കാണാൻ സമ്മതിച്ചേ? എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. എനിക്ക് എന്നോട് സംസാരിക്കാൻ സമയമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇന്നത്തെ ചെറുപ്പക്കാരുടെ പോക്ക് തെങ്ങട്ടാണ്. ഫുട്ബോൾ എന്ന് പറഞ്ഞൊരു കളിന്റെ പുറകെ ഭ്രാന്ത് പിടിച്ചോടുന്ന ഒരു കൂട്ടത്തിനെയല്ലേ ഞമ്മക്കിന്ന് കാണാൻ സാധിക്കുന്നത്. മെസ്സി മെസ്സി മെസ്സി, നെയ്മർ 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 എന്ന് പറഞ്ഞ ആർത്ത് വിളിച്ചോടുന്ന ഒരു തലമുറ. നാണിക്കണ്ടേ ഞമ്മള്? മാണ്ടേ? മാണം. കേട്ടിട്ട് നല്ല കുട്ടികളാടാ. പക്ഷെ സുഹറക്ക് എങ്ങനെ പിടികിട്ടിയെന്നാ? എന്ത്? അല്ല, ആ പെൺകുട്ടി സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ടല്ലേ ഞാൻ പെണ്ണ് കാണാൻ പോയെന്ന് ഓള് കറക്റ്റായിട്ട് ചോദിച്ചു. അത് ചിലപ്പോൾ അങ്ങനെയാടാ. നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊന്നും ചിലപ്പോൾ നമ്മളെ മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. പോലും എത്ര കാലം നമ്മളെ കൂടെ ഉണ്ടായിരുന്നാലും ശരി. എന്നാ മനസ്സിലാക്കണവർക്കോ നമ്മളെ മനസ്സിലാക്കാൻ അധിക സമയം വേണ്ടേനും. ഗർഭിണിയായ ഒരു സ്ത്രീക്ക് കുഞ്ഞ് ജനിക്കാനുള്ള കാത്തിരിപ്പ്, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഉമ്മ എന്ന വിളി കേൾക്കാനുള്ള കാത്തിരിപ്പ്, കുട്ടികൾ വളർന്ന് വലുതായാൽ സ്കൂളിൽ ബെല്ലടിച്ച് കിട്ടാനുള്ള കാത്തിരിപ്പ്, മാതാപിതാക്കൾക്ക് അവർ ഓടി വീട്ടിലെത്താനുള്ള കാത്തിരിപ്പ്,
ശമ്പളം കിട്ടാനുള്ള കാത്തിരിപ്പ്, ഡൗൺലോഡ് ആവാനുള്ള കാത്തിരിപ്പ്, അപ്ലോഡ് ആവാനുള്ള കാത്തിരിപ്പ്, എൻ്റെ ഈ സംസാരം ഒന്ന് തീർന്നു കിട്ടാനുള്ള നിങ്ങളുടെ കാത്തിരിപ്പ്, ഇങ്ങനെ പലതരത്തിലുള്ള കാത്തിരിപ്പുകളുടെ ഒരു നീണ്ട പരമ്പരയാണ് ജീവിതം. കാത്തിരിപ്പുകളെ പറ്റി ജിബ്രാൻ പറഞ്ഞത് എന്താണെന്നറിയോ? We live only to discover beauty. All else is a form of waiting. പ്രിയപ്പെട്ട ശരണ്യ, അന്ന് നാടകത്തിൻ്റെ ദിവസം എന്താ പറ്റിയെന്ന് നീ എന്നോട് കുറേ ചോദിച്ചില്ലേ? സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ലായിരുന്നു. ഞാൻ കുറേ ആലോചിച്ചു. പിന്നെ ഇതറിയുമ്പോൾ നീ എന്നോട് ദേഷ്യപ്പെടരുതേ. എന്താ മേ? ഇത് ശരിയാവണില്ലല്ലോടാ. ഇതെന്താ പതിവില്ലാത്താണല്ലോടാ? പതിവില്ലാത്തത് ചെയ്യുമ്പോഴല്ലേ പുതുമയുള്ളത് രാധാമണി. ഇതാ പിടിച്ചോ. എന്തുണ്ടല്ലോ. എന്നാ പിന്നെ എനക്കൊരു പാൽ ചായ ആയിക്കോട്രാ. അമ്മ അറിയാതെ പുഴയിൽ കുളിക്കുന്നതടക്കമുള്ള എൻ്റെ എല്ലാ കള്ളത്തരങ്ങളും അറിയുന്ന നിന്നോട് ഇത് മാത്രം പറയാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടാ. പിന്നെ നീ മിണ്ടാതായാലോ എന്നുള്ള പേടികൊണ്ടാ. എനിക്കിനി ഇഷ്ടമാണ് ശരണ്യെ. എൻ്റെ മനസ്സ് മുഴുവൻ നീയാ. നിന്റെ മണോ. ഇഷ്ടമല്ലെങ്കിൽ പിണങ്ങരുത്, വീട്ടിൽ പറയുകയും ചെയ്യരുത് പ്ലീസ്. എന്ന് സ്വന്തം അഭിലാഷ്. ഈ എപ്പോഴാ വന്ന്? ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. എന്തുപറ്റി? ഞാൻ എന്തോ ഒരു സാധനം എടുക്കാൻ മറന്നു. എന്ത് സാധനം? ശരി, അതല്ലേ മറന്നു പോയെന്ന് പറഞ്ഞേ. പിന്നെ എങ്ങനെ ഓർക്കാനാ? കണ്ടുപിടിക്കാൻ പറ്റുമോ നോട്ടെ. സ്പ്രേ അടിക്കാൻ മറന്നാവല്ലേ? അയ്യേ, സ്പ്രേ